പി രാജീവ് നിങ്ങളോട് എന്താണോ ചോദിക്കാൻ ആവശ്യപ്പെട്ടത് ആ ചോദ്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിക്കുക. ഐ വിൽ റിപ്ലൈ ടു യുവർ ക്വസ്റ്റ്യൻസ്. ഐ എം നോട്ട് റണ്ണിങ് അവേ ഫ്രം ദ ഫീൽഡ്. ഞാനിത് പറയാൻ കാരണം എം പി രാജേഷ് ഇത് സംബന്ധിച്ചൊരു പരാമർശം നടത്തി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മാത്യു കുഴൽനാടൻ്റെ ശൈലി എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് റൺ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഹിറ്റ് ചെയ്തിട്ട് ഓടിപ്പോയിട്ടില്ല. ഐ ആം വെരി മച്ച് ഹിയർ. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, ഇഫ് യു ഹാവ് എനി കൗണ്ടർ ആർഗ്യുമെൻറ്റ്, കം ആൻഡ് ആർഗ്യൂ, ലെറ്റ്സ് ആർഗ്യൂ. ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ഞാൻ പറയാനുള്ള ഇതുവരെ CPM രാജീവോ രാജേഷോ ഒന്നും ഞാൻ ഈ പറഞ്ഞ 3 ആക്ടിവിറ്റിക്കും എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയേണ്ട ആളായിരുന്നില്ല. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഭാഗമാകേണ്ടിയിരുന്നില്ല. ഇതിനു വേണ്ടിയിട്ടാണ് നിയമസഭ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉയർത്താനും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഭരണപക്ഷത്തിന് പറയാനും അവസാന അന്തിമമായ വിധി കോടതി എന്ന് പറയുന്നത് ജനകീയ കോടതിയാണ്. ജനകീയ കോടതി തീരുമാനിക്കും. ഇത് കണ്ടിട്ട് രണ്ടുപേരുടെ ആർഗ്യുമെന്റ്സ് കണ്ടിട്ട് ജനം വിലയിരുത്തും. അതിനു വേണ്ടിയിട്ടാണ് നിയമസഭ. ഞാൻ അതിനാണ് പരിശ്രമിച്ചത്. നിയമസഭയിൽ ഈ ചോദ്യം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഈ ഭരണകക്ഷി അംഗങ്ങളും മന്ത്രിമാരും ചേർന്ന് എന്നെ തടസ്സപ്പെടുത്തുകയും സ്പീക്കറിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ വരേണ്ടി വന്നത്. ഇന്ന് രാജീവ് എന്തിനാണ് മാധ്യമങ്ങൾ വഴി എന്നോട് ചോദ്യം ചോദിക്കുന്നത്? If I would have raised this in assembly, he had all the right to counter argue. He would have raised the question over there. Why he shied away from assembly debate? മന്ത്രി എന്തിനാണ് നിയമസഭയിൽ മറുപടി പറയാൻ ചോദ്യം ഉന്നയിക്കാതെ മാധ്യമങ്ങളോട് ചോദിക്കാൻ പറയുന്നത്? അത് ജനാധിപത്യത്തെ നിങ്ങൾ ഭയക്കുന്നത് കൊണ്ടാണ്. മുഖ്യമന്ത്രിക്കോ രാജീവിനോ രാജേഷിനോ ആർക്കും ചോദിക്കാമായിരുന്നല്ലോ. And now I am again opening it up. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ CPM-നോ മന്ത്രിസഭയ്ക്കോ ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾ വഴി ചോദിക്കേണ്ട കാര്യമില്ലോ. ഐ ഇൻവൈറ്റ് രാജീവ് ഇഫ് ഈസ് വില്ലിംഗ്. രാജീവും രാജേഷും ഒന്നിച്ചു വരണമെങ്കിൽ വന്നോട്ടെ. അവർ രണ്ടുപേരാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് വന്നു. അവർ രണ്ടുപേരോടും ഈ കാര്യത്തിൽ പരസ്യമായ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണെന്ന് അറിയിക്കുക.